Good morning, students. Welcome to the course on mechanics, relativity, waves, and oscillations. Okay. So, in this course, what we are going to study is first we will study about frames of reference, and then we will go to conservation of energy and momentum. Then we will study the relativity, special theory of relativity. Then we will go to oscillations and waves, and finally some extracts of modern physics. Okay, so these are the portions that we have to cover in this syllabus, okay, in this course. Okay, so we will go to the first part, that is mechanics. Okay, so what is mechanics? Mechanics is the branch of physics that deals with motion. Okay, mechanics എന്ന് പറയുന്നത് മോഷൻ, അതായത് ചലനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ, അതിനെയാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് വിളിക്കുന്നത്. Okay, so if you say motion, there are some fundamental things, some basics that we should know. The most fundamental things are position, velocity, and acceleration. Okay. What do you mean by position? What is velocity? What is acceleration? What is displacement, etc. So these are the some basic things that we should know, the concepts of these things. Okay. So first we will say about position. What do you mean by position? Okay, എന്തിനാണ് നമ്മൾ പൊസിഷൻ അല്ലെങ്കിൽ പൊസിഷൻ എന്തിനാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇഫ് സംബഡി ഈസ് ആസ്കിങ് യു വെർ ഇസ് പട്ടാമ്പി കോളേജ്. പട്ടാമ്പി കോളേജ് എവിടെയാണെന്ന് ആരെങ്കിലും ചോദിക്കുകയാണ്, നമുക്ക് ഇവിടെ അടുത്തുള്ള ഒരാളല്ല. സോ ഹൗ വി വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്? സോ നമ്മൾ പറയും പട്ടാമ്പി കോളേജ് എന്ന് പറയുന്നത് പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് കയറി കഴിഞ്ഞാൽ, ചെർപ്പളശ്ശേരി ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറൗണ്ട് 3 കിലോമീറ്റേഴ്സ് ഓർ 4 കിലോമീറ്റേഴ്സ്. ഓക്കെ, സോ പട്ടാമ്പി സ്റ്റാൻഡിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട് ടുവേർഡ്സ് ചെർപ്പളശ്ശേരി ഡയറക്ഷൻ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ രണ്ട് കാര്യങ്ങൾ മെൻഷൻ ചെയ്തു. ഒന്നൊരു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 4 കിലോമീറ്റർ, സം നമ്പർ, സം മാഗ്നിറ്റ്യൂഡ്. ഒരു 4 എന്നുള്ളൊരു 4 കിലോമീറ്റർ എന്ന് പറഞ്ഞൊരു നമ്പർ അവിടെ മെൻഷൻ ചെയ്തു. ഓക്കെ, അപ്പോൾ 4 കിലോമീറ്റർ എന്ന് പറയുന്ന ഏതെങ്കിലും ഡയറക്ഷനിൽ പോയാൽ പോരാ, ഗുരുവായൂർ ഡയറക്ഷനിൽ പോയാൽ പോരാ, പെരിന്തൽമണ്ണ ഡയറക്ഷനിൽ പോയാൽ പോരാ, യു ഹാവ് ടു ഗോ ടുവേർഡ്സ് ചെർപ്പളശ്ശേരി ഡയറക്ഷൻ. ഓക്കെ, സോ വി മെൻഷൻ എ ഡയറക്ഷൻ. സോ ഓക്കെ, ഒരു ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് 4 കിലോമീറ്റേഴ്സ്, ഒരു മാഗ്നിറ്റ്യൂഡ് ആൻഡ് എ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കും വെക്ടർ ക്വാണ്ടിറ്റി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വെക്ടർ ക്വാണ്ടിറ്റിക്ക് എന്തൊക്കെ വേണം? മാഗ്നിറ്റ്യൂഡ് വേണം, ഡയറക്ഷൻ വേണം. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, ഈ മാഗ്നിറ്റ്യൂഡ് പറയുന്നത് എവിടുന്നാന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു പട്ടാമ്പി ബസ് സ്റ്റാൻഡ്. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് 4 കിലോമീറ്റർ, അല്ലാണ്ട് വേറെ എവിടെ നിന്നുമല്ല. സോ ദാറ്റ്, ആ പോയിന്റ് എന്ന് പറയുന്നത്, ആ മെൻഷൻ ചെയ്യുന്ന സാധനമാണ്, ദാറ്റ് ഈസ് കാൾഡ് ദ ഒറിജിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെങ്കിലും വെച്ചിട്ട് ഒരു വിത്ത് റെസ്പെക്ട് ടു സം പോയിന്റ് യു ആർ മെൻഷനിങ് ദ പൊസിഷൻ. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ പൊസിഷൻ. അപ്പോൾ നമ്മൾ എന്താണ്, സോ വി നീഡ് എ റെഫറൻസ് സിസ്റ്റം. ഓക്കെ, ആ റെഫറൻസ് പറയുന്നത് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ദാറ്റ് റെഫറൻസ് ഈസ് പട്ടാമ്പി ബസ് സ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ വെക്ടർ ക്വാണ്ടിറ്റി എന്താ, സ്കേലർ ക്വാണ്ടിറ്റി എന്താണെന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു. ദിസ് ഇസ് എൻ എക്സാമ്പിൾ. Similarly, velocity is the change in position. Not change in position, change in position with respect to time. Rate of change of position with respect to time, that is velocity. Change in position എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, സോ വെലോസിറ്റി is the rate of change of displacement with respect to time. ഓക്കെ, എത്ര ഫാസ്റ്റ് ആയിട്ട് അതിന്റെ പൊസിഷൻ മാറുന്നുണ്ട്, സോ ദാറ്റ് ഈസ് വെലോസിറ്റി. സോ പൊസിഷൻ വെക്ടർ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. Then acceleration, how fast the velocity is changing with respect to time. Rate of change of velocity with respect to time, that is acceleration. Again, that is a vector quantity. Okay,
അപ്പോൾ ഏതൊരു നമ്മൾ മെക്കാനിക്സ് പഠിക്കുമ്പോഴും ദീസ് 3 quantities will come there. പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ. അത് വെച്ചിട്ടാണ് കംപ്ലീറ്റ് മെക്കാനിക്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ടൈം ഈസ് ആൾസോ ദർ ബിക്കോസ് എല്ലാം ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്, വെലോസിറ്റി ആണെങ്കിലും ആക്സിലറേഷൻ ആണെങ്കിലും. ഓക്കെ, നൗ അപ്പോൾ ഇത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഈ മോഷൻസ് ഒക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമ്മൾ പറയും 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്, ചിലപ്പോൾ 4 എന്നൊക്കെ പറയാറുണ്ട്, എന്തോട്ടെ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയാറുണ്ട്. ദാറ്റ് ഈസ് S = ut + ½ at², v = u + at, v² = u² + 2as. ഓക്കെ, ഇനി ഈ ഇക്വേഷൻസ് എന്താ പറഞ്ഞു തരുന്നത്? ഓക്കെ, വാട്ട് ദീസ് ഇക്വേഷൻസ് വിൽ കമ്മ്യൂണിക്കേറ്റ് ടു അസ്, നമ്മളുടെ അടുത്ത് എന്ത് പറഞ്ഞു തരുന്നു? ഓക്കെ, ഒന്ന് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, so if you know the acceleration and initial velocity, you can find the position അല്ലെങ്കിൽ you can find the displacement at a later time t. അപ്പോൾ t 0 ആകുമ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സിലറേഷനും അറിയാമെങ്കിൽ you can find the after time t ആ പാർട്ടിക്കിൾ എവിടെ എത്തിയിട്ടുണ്ടാവും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. That is the first equation says. അടുത്ത് പറയുന്നത് v = u + at. സോ ഇനീഷ്യൽ വെലോസിറ്റി ആക്സിലറേഷനും അറിയാമെങ്കിൽ ഫൈനൽ ടൈമിലുള്ള വെലോസിറ്റി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ദെൻ v² = u² + 2as. ഇതെല്ലാം, സോ ഓൾ ദീസ് ഇക്വേഷൻസ് ഇതെന്താണ് നമുക്ക് തരുന്നത്? ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ I throw a stone at some particular angle with some particular initial velocity. ഓക്കെ, ഇത് നമ്മൾ +2 പഠിച്ചതാണ്, പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയും. ഓക്കെ, ഒരു ചെറിയ ആംഗിളിൽ നമ്മളൊരു കല്ലെടുത്ത് എറിയാണ്. ഓക്കെ, അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇത്രയാണ്, അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. ആ കല്ല് എവിടെ എത്തിയിട്ടുണ്ടാവും? ദാറ്റ് ഇസ് കോൾഡ് റേഞ്ച്. ടോട്ടലി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും, മാക്സിമം എത്ര ഹൈറ്റ് എത്തിയിട്ടുണ്ടാവും, മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഇവിടെ നിന്ന് മുതൽ ആ എൻഡ് വരെ, താഴെ വീഴുന്ന വരെ എത്ര സമയം എടുക്കും. ഓക്കെ, ഈ 3ൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ഇത്ര ഡിഗ്രി ആംഗിളിൽ, 45 ഡിഗ്രി ആംഗിളിൽ ഈ കല്ല് 10 m/s സ്പീഡിൽ ഞാൻ എറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയിട്ട് വീഴും, എവിടെ പോയിട്ട് എത്തും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ അങ്ങനെ ഒരു പ്രോബ്ലം, സോ വി ഹാവ് എ പ്രോബ്ലം. നമ്മുടെ ജാവലിൻ ത്രോ ഫോർ എക്സാമ്പിൾ, ജാവലിൻ ത്രോയിലെ എക്സാമ്പിളാണ്. ഈ വെലോസിറ്റി ഈ ആംഗിളിൽ എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെവിടെ പോയിട്ട് വീഴും. ഓക്കെ, അപ്പോൾ എവിടെ പോയിട്ട് വീഴും എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ എറിയുന്ന പൊസിഷനിൽ ഒരു ടേപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് കുത്തി നിൽക്കുന്ന പോയിന്റ് വരെ, ജാവലിൻ കുത്തി നിൽക്കുന്ന പോയിന്റ് വരെ നമ്മൾ ആ ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യുക. മെഷർ ദ ലെങ്ത്, ദെൻ യു ഫൗണ്ട് ഔട്ട് ദ റേഞ്ച്. അപ്പോൾ നമ്മൾ റേഞ്ച് കണ്ടുപിടിച്ചു. ദാറ്റ്സ് വാട്ട് വി ഡു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജാവലിൻ എറിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ദൂരം പോകുന്നു കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരെ ഒരു ടേപ്പ് എടുക്കുക, അളക്കുക. സോ യു ഫിനിഷ് ദ ജോബ്. അതാണോ നമ്മളിവിടെ ചെയ്യുന്നത്? നമ്മളിവിടെ ചെയ്യുന്നത് അതല്ല. നമ്മളിവിടെ ചെയ്യുന്നത് ഈ വെലോസിറ്റിയിൽ ഈ ആംഗിളിൽ എറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര ദൂരം പോയി വീഴും, ദാറ്റ് വി ആർ പ്രെഡിക്റ്റിംഗ് വിത്ത് ദീസ് ഇക്വേഷൻസ്. ഓക്കെ, അപ്പം ഞാൻ 10 m/s എറിഞ്ഞു, 45 ഡിഗ്രിയിൽ എറിഞ്ഞു, അത് ഇത്ര ദൂരം എത്തിയിട്ടുണ്ടായിരിക്കും. സോ നമ്മളൊരു ജ്യോതിഷം പറയുകയാണ്, ഒരു പ്രഡിക്ഷൻ നടത്തുകയാണ്. ഓക്കെ, അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും. ഇനി അത് കറക്റ്റ് ആണോ നോക്കാൻ എന്ത് ചെയ്താൽ മതി? ആ സ്പീഡിൽ ആ ആംഗിൾ എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ടേപ്പ് എടുക്കുക, അളക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ് അത് ഏതാണ്ട് 500 മീറ്റർ എത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഞാൻ അളന്നു. അല്ല, എൻ്റെ പ്രഡിക്ഷൻ 500 മീറ്റർ ആണ്. ഓക്കെ, ഞാൻ അളന്നു, 500 മീറ്റർ എത്തിയിട്ടുണ്ട്. സോ ദ ലോ ഈസ് വാലിഡ്. ഓക്കെ, സോ ഐ പ്രൂവ്ഡ് മൈ പോയിന്റ്. സോ ആദ്യം ഞാനൊരു പ്രഡിക്ഷൻ നടത്തി, ദെൻ അതേ കണ്ടീഷനിൽ ഇഫ് ഐ ഡു ദ എക്സ്പെരിമെൻറ്റ് and if I measure the result, I should get the same result. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഒരു പ്രഡിക്ഷൻ നടത്തി, അതേ കണ്ടീഷനിൽ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തു. എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് എക്സ്പെരിമെൻ്റ് ഔട്ട്പുട്ട് ഞാൻ മെഷർ ചെയ്തു. മെഷർ ചെയ്തപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് മെഷർ ചെയ്തതും എൻ്റെ പ്രഡിക്ഷനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ദിസ് ലോ ഈസ് വാലിഡ്. ഓക്കെ, കറക്റ്റ് അല്ലേ? സോ ദാറ്റ്സ് ഹൗ സയൻസ് എവോൾവ്സ്. ഓക്കെ, അപ്പോൾ ദീസ് ഇക്വേഷൻസ്, അല്ലെങ്കിൽ ഫിസിക്സിലെ ഏതൊരു ഇക്വേഷനും അല്ലെങ്കിൽ ഏതൊരു ലോ ദാറ്റ് പ്രെഡിക്റ്റ് സംതിങ്. സോ എല്ലാം പ്രഡിക്ഷൻ ആണ്. സോ വി നീഡ് നോട്ട് ടു ഡു ദ ആക്ച്വൽ ഇക്വേഷൻ.
ഓക്കെ, സോറി, ആക്ച്വൽ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ തിയറി വെച്ചിട്ട് വി ആർ പ്രെഡിക്റ്റിംഗ്. ഓക്കെ, ഇനി ഈ തിയറി കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ദീസ് ആർ ന്യൂട്ടൺസ് ലോസ് ഓഫ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷൻസ് ഉണ്ട്. ലോസ് ഓഫ് മോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ലോ ആദ്യം മുതൽ പഠിക്കുന്നതാണ്. ലോ ഓഫ് ഇനേഷ്യ, സോ ദാറ്റ് ഈസ് എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ അൺലെസ് ഡിസ്റ്റർബ് ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാവാത്തിടത്തോളം കാലം ആ വസ്തു നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നിശ്ചലാവസ്ഥയിൽ തന്നെ ആയിരിക്കും, മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ ആയിരിക്കും. ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ പറയുന്നത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അല്ലെങ്കിൽ അവിടെ നിന്നാണ് നമുക്ക് F ഈക്വൽ ടു ma എന്നുള്ള ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, തേർഡ് ലോ പറയുന്നത് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആക്ഷൻ ഈക്വൽ ടു മൈനസ് റിയാക്ഷൻ, ദാറ്റ് ഈസ് എ ന്യൂട്ടൺസ് തേർഡ് ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വി ആർ പ്രെഡിക്റ്റിംഗ് സംതിങ്. ഇനി ഇത് ന്യൂട്ടൺ ഉണ്ടാക്കിയതാണ്, ഇതെല്ലാം ന്യൂട്ടൻ്റെയാണ്. ഓക്കെ, ഇനി ന്യൂട്ടൺ കറക്റ്റ് ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐൻസ്റ്റീൻ പറഞ്ഞു ന്യൂട്ടൺസ് ലോ തെറ്റാണ്. ഓൾ ദീസ് തിങ്സ് ആർ റോങ്. അപ്പം നമ്മൾ ഈ പഠിക്കുന്ന സാധനങ്ങളൊക്കെ തെറ്റാണ്. അപ്പം നമ്മൾ എന്തിനാ തെറ്റ് പഠിക്കുന്നത്? ഓക്കെ, കാരണം അവിടെ ഐൻസ്റ്റീൻസ് ഇക്വേഷൻസ് വേറെ, ഐൻസ്റ്റീൻസ് മെക്കാനിക്സ്, ഓക്കെ, അത് വേറെ ഉണ്ട്. ദാറ്റ് ഈസ് ദ കറക്റ്റ് വൺ. ദിസ് ഈസ് ഇതിൽ തെറ്റുണ്ട്. ഓക്കെ, അപ്പം ഈ തെറ്റ് നമ്മൾ പഠിക്കേണ്ട ആവശ്യം എന്താ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഇനി തെറ്റ് എന്ന് പറഞ്ഞ എന്താന്നുള്ള ഒരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് റോങ്? തെറ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞു, ഈ ഒരു എക്സാമ്പിൾ, ഒരു ജാവലിൻ്റെ എക്സാമ്പിളിൽ പറഞ്ഞു, ഞാനൊരു ജാവലിൻ എറിഞ്ഞു, ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു 500 മീറ്റർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ സപ്പോസ് 1 കിലോമീറ്റർ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു, ദ ഡിസ്റ്റൻസ് ഈസ് 1 കിലോമീറ്റർ. ഓക്കെ, നൗ ഇത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ പ്രഡിക്ഷൻ പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡു എക്സ്പെരിമെൻറ്റ്, അല്ലെങ്കിൽ നമുക്കൊരു ടേപ്പ് എടുത്ത് അളക്കണം. ഓക്കെ, അങ്ങനെ ഒരു ടേപ്പ് എടുത്ത് അളന്നിട്ട് 1 കിലോമീറ്റർ എന്നുള്ളത് എൻ്റെ മെഷർമെൻറ്റിൽ ഇഫ് ദർ ഇസ് എ ഡിഫറൻസ് ബൈ 1 മൈക്രോമീറ്റർ, 1 കിലോമീറ്ററിന് ഞാൻ മെഷർ ചെയ്തപ്പോൾ ഒരു 1 മൈക്രോമീറ്റർ എറർ വന്നു. ഇസ് ദാറ്റ് എ പ്രോബ്ലം? കാരണം എനിക്കത് നോട്ടീസ് ചെയ്യാൻ തന്നെ പറ്റില്ല. 1 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്രയും ചെറുതാണ് ആസ് കമ്പയർഡ് ടു 1 കിലോമീറ്റർ. സോ ഡസൻറ്റ് മാറ്റർ. ഓക്കെ, നൗ ഇഫ് ദ ഡിഫറൻസ് ഈസ് 1 മില്ലിമീറ്റർ, ഒരു മില്ലിമീറ്റർ 1 കിലോമീറ്ററിന് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഞാൻ പറഞ്ഞു ഇപ്പം പട്ടാമ്പി കോളേജിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ജംഗ്ഷൻ മേലെ പട്ടാമ്പി വരെ ചിലപ്പോൾ 1 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഇത്രയും ഡിസ്റ്റൻസിൽ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ്. അപ്പോൾ അതും നോട്ടീസ് ചെയ്യില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൾസോ ഓക്കെ, നോ പ്രോബ്ലം. ആൻഡ് 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ ആണെങ്കിലും എനിക്ക് വിഷയമൊന്നുമല്ല. ആൻഡ് 1 മീറ്റർ, അപ്പോൾ 1000 മീറ്ററും 1 മീറ്ററും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് നൗ ദ സ്ലൈറ്റ്ലി കുറച്ചൊരു പ്രശ്നങ്ങളായിട്ട് വരികയാണ്. ഇഫ് ഐ സേ 10 മീറ്റർ, ഒരു ഡിഫറൻസ് 10 മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് കുറച്ചൊരു പ്രശ്നമായിട്ട് വരും. സംബഡി വിൽ നോട്ട് അക്സെപ്റ്റ്. ചിലർ പറയും ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ സൊല്യൂഷൻ. ഓക്കെ, ചിലർ പറയും ഓക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ 1000 ഒരു 1 അല്ലേ കൂടിയുള്ളൂ, ഇറ്റ്സ് ഓക്കെ ഫോർ മീ എന്ന് പറയും. ഓക്കെ, നേരെ മറിച്ച് ഒരു 100 മീറ്റർ, ഒരു 10 മീറ്റർ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, 10 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ അക്സെപ്റ്റബിൾ. ഇറ്റ്സ് നോട്ട് ആൻ അക്സെപ്റ്റബിൾ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അത്രയും ഡിഫറൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയും ഈ തിയറി തെറ്റാണ്. ഓക്കെ, സോ ഈ തെറ്റ് ശരി എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ അവർ നീഡ്, അല്ലെങ്കിൽ നമ്മുടെ അക്യുറസി, നമുക്ക് എത്ര അക്യുറസി വേണം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ചില കേസിൽ ഈവൻ ഈ 1 കിലോമീറ്റർ ആണെങ്കിൽ പോലും 1 മില്ലിമീറ്റർ ഇറ്റ്സ് നോട്ട് ആൻ അക്സെപ്റ്റബിൾ സൊല്യൂഷൻ ഫോർ സം പർപ്പസ്. ചില പർപ്പസിന് വേണ്ടിയിട്ട് ഈ അക്യുറസി നമുക്ക് പോരാ, കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് വേണം. ഓക്കെ, സോ ഒരു തിയറിയുടെ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ നീഡാണ്, നമ്മുടെ അക്യുറസി, നമുക്ക് എത്ര അക്യുറസി വേണം, അല്ലെങ്കിൽ ആ ഒരു ദാറ്റ് ക്രൈറ്റീരിയ, അതാണ് നമ്മുടെ പ്രശ്നം. അപ്പം നമ്മൾ ഡെയിലി ഡീൽ ചെയ്യുന്ന പ്രോബ്ലംസ് ചെറിയ വണ്ടികളുടെ വെലോസിറ്റി, അങ്ങനത്തെ വെലോസിറ്റികളാണെന്നുണ്ടെങ്കിൽ, സോ ഡസൻറ്റ് മാറ്റർ, ന്യൂട്ടൺസ് ലോ ഇസ് വെരി ഗുഡ് ഫോർ us. ദാറ്റ് വിൽ ഗിവ് വെരി ഗുഡ് അക്യുറസി ഫോർ അവർ പർപ്പസ്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള
accuracy, that will meet. Okay, no problem. So we can straight away use Newton's equation, laws of motion. Okay, now Newton's laws of motion madi, Newtonian mechanics madi. We need not to go for Einstein mechanics or relativistic mechanics. അതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. സോ അപ്പോൾ ഒരിക്കലും ഒരു ലോ നമുക്ക് തെറ്റാണോ കംപ്ലീറ്റ് തെറ്റാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ദർ ആർ കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള തിയറീസ് വരികയാണ്. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ മെക്കാനിക്സിൻ്റെ ഒരു സ്പെഷ്യൽ കേസായിട്ട്. ഓക്കെ, സ്പീഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മതി, ദിസ് ഇസ് മോർ ദാൻ ഇനഫ്, ദിസ് ഇസ് സഫീഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല, സിമ്പിൾ കാൽക്കുലേഷനിൽ ചെയ്താൽ മതി. സോ ദിസ് ഇസ് ഇനഫ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ന്യൂട്ടൺ കംപ്ലീറ്റ് തെറ്റാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഐൻസ്റ്റീനിയൻ മെക്കാനിക്സ് അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റിക്സ് മെക്കാനിക്സ് ഈസ് മോർ അക്യുറേറ്റ് തിയറി. ആൻഡ് ചില കോണ്ടെക്സ്റ്റുകളിൽ മാത്രമേ വല്ലാത്ത എററുകൾ കയറി വരുള്ളൂ, ചില സിറ്റുവേഷൻസിൽ. ഓക്കെ, ചില സ്പെഷ്യൽ കേസുകളിൽ, അതായത് നമ്മുടെ സാധാരണ ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ എർത്തിലുള്ള മോഷൻസ് അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് ന്യൂട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ തന്നെ നമുക്ക് ധാരാളം. സോ വി വിൽ ഗോ വിത്ത് ദാറ്റ് തിങ്. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ റീസൺ ഇതാണ്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ. അപ്പോൾ ഇതിനൊക്കെ ഞാൻ ആ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു ഇതൊക്കെ മെൻഷൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു റെക്കോർഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിഫൈ, നമുക്കൊന്ന് ഒരു ക്വാണ്ടിറ്റി ആയിട്ട് എഴുതി വെക്കണമെങ്കിൽ വി നീഡ് എ കോർഡിനേറ്റ് സിസ്റ്റം, ഒരു റെഫറൻസ് പോയിന്റ് വേണം. ഓക്കെ, XYZ സിസ്റ്റം, ഈ ഡയറക്ഷൻ, ഇവിടെയാണ് ഒറിജിൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡാണ് ഒറിജിൻ. ഓക്കെ, അവിടുന്ന് ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഡയറക്ഷൻ വി ക്യാൻ സ്പെസിഫൈ. ഓക്കെ, പല കോർഡിനേറ്റ് സിസ്റ്റം നമുക്കിപ്പോൾ തന്നെ ആൾറെഡി അറിയാം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, അതാണ് നമ്മൾ ഏറ്റവും അധികം ഇവിടെ പഠിക്കുന്ന ബേസിക് കോർഡിനേറ്റ് സിസ്റ്റം. ദെൻ സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, ഒരുപാട് കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ കൺവീനിയൻസ് വി ക്യാൻ ചൂസ് എനി കോർഡിനേറ്റ് സിസ്റ്റം, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കോർഡിനേറ്റ് സിസ്റ്റം ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സോ ദാറ്റ്സ് സോ എന്തായാലും മെക്കാനിക്സ് പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ഈ 3 ക്വാണ്ടിറ്റി, ദെൻ ഒരു കോർഡിനേറ്റ് സിസ്റ്റം. അതിനെ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ പറയും ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. നമ്മൾ അതിലേക്ക് എത്താം. അതിന് മുന്നേ ഹൗ ടു മെഷർ ലെങ്ത്. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും മെഷർമെൻറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. ഓക്കെ, ഞാൻ ചോദിക്കുകയാണ് ഹൗ ഡു യു മെഷർ ലെങ്ത്. ഇപ്പോൾ നേരത്തെ കേസിൽ തന്നെ പറഞ്ഞു, ഇപ്പോൾ ജാവലിൻ എറിഞ്ഞപ്പോൾ അതിൻ്റെ റേഞ്ച് മെഷർ ചെയ്യണമെങ്കിൽ, അതായത് ലെങ്ത് മെഷർ ചെയ്യണം, എന്ത് ചെയ്താൽ മതി? ഒരു ടേപ്പ് എടുക്കുക, അളക്കുക. സോ സിമ്പിൾ. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. ഓക്കെ, ബട്ട് എല്ലാ കേസിലും ഇത് പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, സോ ലെങ്ത് മെഷർമെൻറ്റ് ഈസ് നോട്ട് സോ ഈസി. അപ്പോൾ ഏത് കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു ടേപ്പ് എടുത്ത് അളന്നു കഴിഞ്ഞാൽ ലെങ്ത് മാറാൻ പോകുന്നില്ല. അതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പം ഞാനൊരു എക്സാമ്പിൾ ചോദിക്കുകയാണ്. ക്യാൻ യു മെഷർ ദ ഡയമീറ്റർ ഓഫ് എർത്ത്? എർത്തിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് വലിയൊരു ടേപ്പ് ഉണ്ടായാൽ മതി. ആ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുക, വലിച്ച് വേണമെങ്കിൽ ഒരു കംപ്ലീറ്റ് ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2πr കിട്ടും. സോ യു ക്യാൻ മെഷർ ദ റേഡിയസ് ഓഫ് ഡയമീറ്റർ കിട്ടും, റേഡിയസ് കിട്ടും, എല്ലാം കിട്ടും. സോ ബേസിക്കലി യു ക്യാൻ മെഷർ ദ ഡയമീറ്റർ ഓഫ് എർത്ത്. ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൽട്ട് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ എർത്തിൽ ഇരുന്നിട്ട് തന്നെ നമുക്കൊരു ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എർത്തിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്യാം. ഓക്കെ, കുറച്ച് ടീഡിയസ് ആണെങ്കിൽ നമുക്ക് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ ആൾക്കാർ ഇതുപോലത്തെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പ്ലോറേഷൻ, ഇപ്പം നമ്മുടെ കാപ്പാട് വന്നിറങ്ങി, പുള്ളിയുടെ പേരെന്തായിരുന്നു? ഓക്കെ, എന്തായാലും അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു ഷിപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകം മുഴുവൻ ചുറ്റാം. ലോകം മുഴുവൻ ചുറ്റിയിട്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് മെഷർ ചെയ്യാം. എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ ഓഫ് എർത്ത്. ഓക്കെ, ഫൈൻ. നൗ ഐ എം ആസ്കിങ്, ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ചന്ദ്രനിലേക്ക് ഇവിടുന്ന് ഇത്ര ദൂരമുണ്ട്, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ
വലിപ്പം ഇത്രയാണ്, ചന്ദ്രൻ്റെ ഡയമീറ്റർ ഇത്രയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുന്നു? ഇത് മെഷർ ചെയ്യുന്നത് നമ്മൾ ആരും അവിടെ പോയിട്ടൊരു ചന്ദ്രനിൽ ചുറ്റൂറ് ഒരു ടേപ്പ് പിടിച്ച് അളന്നിട്ടല്ല മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ടേപ്പ് എടുത്തിട്ട് ചന്ദ്രനിൽ വരെയുള്ള ദൂരം മെഷർ ചെയ്തിട്ടല്ല നമ്മളത് ചെയ്യുന്നത്. സോ ഹൗ വിൽ മെഷർ സച്ച് ലെങ്ത്? അപ്പം ഇങ്ങനത്തെ ഒരു ലെങ്ത് നമ്മൾ എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്നു? അത് വെറുതെ പ്രഡിക്റ്റ് ചെയ്യുന്നതാണോ? നമ്മൾ വെറുതെ ഒരു പറയുന്നതാണോ ഇത് ഇത്രയാണ് ദൂരം? അതും അക്യുറേറ്റ്ലി പറയുന്നുണ്ട്, ഇത്രയാണ് ചന്ദ്രൻ്റെ ഡയമീറ്റർ, ഇത്ര കിലോമീറ്റർ, ഇവിടുന്ന് ചന്ദ്രനിലേക്ക് ഇത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതൊക്കെ എങ്ങനെ നമ്മൾ പറയുന്നു? ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ, സോ പാരലാക്സ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ, സപ്പോസ് നമ്മൾ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എർത്തിൻ്റെ 2 പോയിന്റിൽ നിൽക്കുക, 2 ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓൺ എർത്ത്. ഇപ്പം ഇതിൽ ഏകദേശം വരച്ചിരിക്കുന്നത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് 2 എൻഡിൽ നിൽക്കുന്ന 2 പോയിന്റുകളിൽ നിന്ന് ചന്ദ്രൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. ഒരു ടെലസ്കോപ്പോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ 2 ഡിഫറെൻറ്റ് പോയിന്റ്, എർത്തിലെ 2 ഡിഫറെൻറ്റ് പോയിന്റിൽ വെച്ചിട്ട് ഒരേ ചന്ദ്രൻ്റെ സെൻറ്റർ പോയിന്റിൽ ഒരേ പോയിന്റിലേക്ക് നിങ്ങൾ 2 ടെലസ്കോപ്പും ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 ടെലസ്കോപ്പും തമ്മിൽ ചെറിയൊരു ആംഗിൾ ഉണ്ടായിരിക്കും. സോ ആ ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ എർത്തിലുള്ള 2 പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ അടുത്ത് ടേപ്പ് ഉണ്ട്, നമുക്ക് നേരിട്ട് ടേപ്പ് വെച്ച് അളന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ ട്രിഗണോമെട്രി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആർക്ക് തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് റേഡിയസ്, ദാറ്റ് ഡിസ്റ്റൻസ് യു ക്യാൻ കാൽക്കുലേറ്റ്. സോ നമ്മൾ എന്ത് ചെയ്തു? Without using a tape, with small trigonometry, we calculated the distance from earth to the moon. എർത്ത് നിന്ന് മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തു. ഓക്കെ, ഇനി നേരെ തിരിച്ച് മൂണിൻ്റെ ഡയമീറ്റർ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. ഈ സാധനം നേരെ തിരിച്ചിട്ടാൽ മതി. എർത്തിലെ ഒരു പോയിന്റിൽ നിന്നിട്ട് തന്നെ മൂണിൻ്റെ 2 എഡ്ജിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം, 2 ടെലസ്കോപ്പ്. ഓക്കെ, 2 ടെലസ്കോപ്പ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനിടയ്ക്കുള്ള ആംഗിൾ, ദാറ്റ് ആ ആംഗിൾ എന്തായിരിക്കും? ആ ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാൻ കിട്ടും. അത് നമുക്ക് ഇവിടെ നിന്ന് മെഷർ ചെയ്യാം. ദെൻ ഈ ഡിസ്റ്റൻസ് ആൾറെഡി നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എർത്തുനിന്ന് മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് ആൾറെഡി നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ബേസിക്കലി യു ക്യാൻ കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ ഓഫ് മൂൺ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മൂണിൻ്റെ ഡയമീറ്റർ. അതുപോലെ തന്നെ പല ഒബ്ജക്റ്റിൻ്റെ, സൂര്യൻ്റെ ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഒരുപാട് പല മെത്തേഡുകളിൽ നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ബേസിക്കലി ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ട്രിഗണോമെട്രി അറിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഇത് ചെയ്യാൻ പറ്റില്ല. സോ ബേസിക്കലി ദർ വിൽ ബി സം തിയറംസ്, അല്ലെങ്കിൽ സം ലോസ്, സം ഫിനോമിനാസ്, അതിന് കുറേ ഇക്വേഷൻസ് ഉണ്ടാവും. ആ ഇക്വേഷൻസിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ആ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി ആ ഇക്വേഷൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രഡിക്ഷൻ തെറ്റി. So the measurement of length, അല്ലെങ്കിൽ എന്ത് മെഷർമെൻ്റ് ആയാലും, ഇറ്റ്സ് നോട്ട് സോ സ്ട്രൈറ്റ് ഫോർവേഡ്, സ്ലൈറ്റ്ലി കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, അത്ര എളുപ്പമൊന്നുമല്ല ഈ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. നൗ സോ ഐ ജസ്റ്റ് ഗേവ് എ ഫ്ലേവർ ഓഫ് ഡിഫറെൻറ്റ് ബേസിക് മെഷർമെൻറ്റ്സ്. അതിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ ഓരോ പ്രോബ്ലംസ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ലെങ്ത് മെഷർമെൻറ്റ് ഈസ് നോട്ട് സോ സിമ്പിൾ എന്ന് പറഞ്ഞ പോലെ തന്നെ പല മെഷർമെൻറ്റുകളും ഇറ്റ്സ് നോട്ട് സോ ഒബ്വിയസ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ല ഇതെല്ലാം. ഓക്കെ, നൗ വിൽ കം ബാക്ക് ടു ദ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, ഇപ്പോൾ ഈ നേരത്തെ കേസിൽ പല കേസുകളിലും ഇതാണ് പ്രശ്നം. അതായത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു മെക്കാനിക്സ് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ക്വാണ്ടിറ്റീസ് വേണമെന്ന് പറഞ്ഞു, പൊസിഷൻ വേണമെന്ന് പറഞ്ഞു, വെലോസിറ്റി വേണമെന്ന് പറഞ്ഞു, ആക്സിലറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരാളൊരു വണ്ടിയിലിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ട്രെയിൻ, കൺസിഡർ എ ട്രെയിൻ. ഒരു ട്രെയിനിൽ ഇരുന്നിട്ട് നമ്മൾ നേരിട്ട് ഒരു ബോൾ നേരെ ജസ്റ്റ് ത്രോ ഡയറക്ട്ലി അപ്വേർഡ്സ്. ഓക്കെ, നമ്മളൊരു ബോൾ എടുത്തിട്ട് നേരെ മേലേക്ക് എറിയാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? അത് നേരെ മേലെ പോയിട്ട് അതേപോലെ തന്നെ അത് താഴെ വന്നിട്ട് നമ്മുടെ കയ്യിൽ വീഴും. ഓക്കെ, സോ ഇനി അപ്പോൾ വേറെ കേസ് പറയുകയാണ്. അപ്പം ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മൾ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ട്രെയിൻ ഈസ് മൂവിങ് ടുവേർഡ്സ് ദ ഫ്രണ്ട്. ബട്ട് ഞാൻ ബോളിന് നേരെ അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രമേ വെലോസിറ്റി കൊടുത്തുള്ളൂ. ഓക്കെ, അപ്പം ബോൾ നേരെ പോകുന്ന സമയം കൊണ്ട് എൻ്റെ പൊസിഷൻ, ഞാനും ട്രെയിനും കൂടി കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയിട്ടുണ്ടാവും. അപ്പം എൻ്റെ ബോൾ എവിടെ വീഴണം? ബാക്കിലിരിക്കുന്നവൻ്റെ തലയിൽ വീഴണം. ഓക്കെ, പക്ഷെ അതാരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോന്ന് അറിയില്ല. ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അത് ബാക്കിലുള്ളവൻ്റെ തലയിലല്ല വീഴുക, നേരെ നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു വന്ന് വീഴും. അതിൻ്റെ റീസൺ എന്താ? അതിൻ്റെ റീസൺ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയുന്നത് എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഓക്കെ, അപ്പൊ ബോൾ എന്താ? ബോളും നമ്മളും രണ്ടുപേരും യൂണിഫോം മോഷനിലാണ് അലോങ് വിത്ത് ട്രെയിനിന്റെ കൂടെ തന്നെ അതേ വെലോസിറ്റി എക്സ് ഡയറക്ഷനിൽ ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ്, ബോളും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരെ മേലേക്ക് എറിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബോളിന് അവിടെ ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ആൾറെഡി ഉണ്ട്, ബിക്കോസ് ആ ട്രെയിനിന്റെ ഒപ്പമുള്ളൊരു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്. അപ്പൊ അത് കാരണം ബാക്കിലുള്ളവന്റെ തലയിലല്ല വീഴുക, എൻ്റെ കയ്യിൽ തന്നെ വന്ന് വീഴും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കേസ്. ഫൈൻ. അപ്പോൾ നമ്മൾ വിൽ കം ബാക്ക് ടു ദിസ് പിക്ചർ. സോ ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഒരാൾ ഒരു മൂവിങ് വാഗണിലിരിക്കുന്നു അല്ലെങ്കിൽ ഒരു ട്രെയിനിലിരിക്കുന്നു. നേരെ എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അയാൾ നോക്കുമ്പോൾ എന്താ? ആ ബോൾ നേരെ മേലേക്ക് പോകുന്നു. ആദ്യം റെസ്റ്റിലായിരുന്നു, ആദ്യം എൻ്റെ കയ്യിൽ റെസ്റ്റിലായിരുന്നു. അവിടെ നിന്ന് നേരെ മേലേക്ക് എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിൽ പോവും. ഹൈറ്റിൽ പോയിട്ട് വെലോസിറ്റി കുറഞ്ഞു വന്നു. ദെൻ ഒരു പോയിന്റിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആയി. ഓക്കെ, ദെൻ അവിടെ നിന്ന് നേരെ താഴേക്ക് വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു വരും. സോ ദാറ്റ് ഈസ് എ മോഷൻ. ഓക്കെ, ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, ഇറ്റ്സ് എ 1 ഡയമെൻഷണൽ മോഷൻ. നേരെ മേലേക്ക് നേരെ താഴേക്ക്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഞാൻ വെറുതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, ഇനി ഈ മോഷൻ തന്നെ നമുക്ക് പുറമെന്നൊരാൾ ട്രെയിനിലേക്ക് നോക്കുന്ന പോലെ നോക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് കാൾഡ് ഗ്രൗണ്ട് റെഫറൻസ് സിസ്റ്റം. പുറമത്തെ ഒരാൾ ഇരിക്കുമ്പോൾ ട്രെയിന് പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ ആൾ പോകുന്നുണ്ട്, അതിൻ്റെ കൂടെ ബോളും അതേ വെലോസിറ്റിയിൽ പോകുന്നുണ്ട്. എല്ലാം സെയിം വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരാൾ ബോൾ വെറുതെ പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമെന്ന് നോക്കുമ്പോൾ ദാറ്റ് ബോൾ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഒബ്സർവേഴ്സും, ഒന്ന് അതിൻ്റെ ട്രെയിനിൽ ഉള്ളിലിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ബോൾ ഈസ് അറ്റ് റെസ്റ്റ്, ട്രെയിനിൻ്റെ പുറത്തിരുന്ന് നോക്കി കഴിഞ്ഞാൽ ബോൾ ഈസ് മൂവിങ്. ഓക്കെ, ഇനി അത് എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് നേരിട്ട് ഉള്ളിലിരിക്കുന്ന ആൾ നേരെ മേലേക്ക് എറിഞ്ഞു, ഡയറക്ട്ലി ടുവേർഡ്സ് അപ്പ്. ഓക്കെ, അപ്പോൾ ആ ബോൾ ആ എയറിൽ നിൽക്കുന്ന അത്രയും സമയം ബോളും പോകുന്നുണ്ട്, ട്രെയിനും പോകുന്നുണ്ട്, ആളും പോകുന്നുണ്ട്, ടുവേർഡ്സ് റൈറ്റ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോളിൻ്റെ ട്രജക്ടറി പുറമെന്നൊരാൾ നോക്കുന്ന ആ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി പരാബോളിക് പാത്ത്. ഓക്കെ, അയാൾ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്, അയാൾ എറിഞ്ഞ പന്തും ആദ്യം മേലേക്ക് പോയി ടുവേർഡ്സ് റൈറ്റ്, അതിങ്ങനെ മൂവ് ചെയ്ത് തിരിച്ച് അയാളുടെ കയ്യിൽ തന്നെ വന്ന് വീഴുന്നു. അപ്പോൾ ആ പാത്ത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ പരാബോളിക് പാത്ത്. പ്രൊജക്ടൈൽ മോഷനാണ് അവിടെ വരുന്നത്, 2 ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒബ്സർവേഴ്സിനെ മാറ്റിയപ്പോൾ, എവിടെ നിന്നിട്ടാണ് അയാൾ ഒബ്സർവ് ചെയ്യുന്നതെന്ന് മാറ്റിയപ്പോൾ തന്നെ റെസ്റ്റിലിരിക്കുന്ന സാധനം മോഷനിലായി, 1 ഡയമെൻഷണൽ മോഷൻ വന്ന് 2 ഡയമെൻഷണൽ മോഷനായി, എല്ലാം പ്രശ്നമായി. ഓക്കെ, അപ്പോൾ ഒരാൾ പറയുന്നു വെലോസിറ്റി 0 ആണെന്ന്, വെറുതെ ബോൾ കയ്യിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒരാൾ പറയുന്നു വെലോസിറ്റി 0 ആണെന്ന്, മറ്റാൾ പറയുന്നു നോ വെലോസിറ്റി ഈസ് നോട്ട് 0, ദ വെലോസിറ്റി ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ട്രെയിനിൻ്റെ അതേ വെലോസിറ്റി ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ പൊസിഷൻ, വെലോസിറ്റി, ആക്സിലറേഷൻ, ഈ സാധനമൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് റെക്കോർഡ് ചെയ്യുന്നുള്ളത് കൺഫ്യൂഷനായി. ഓക്കെ, ഇയാൾ പറയുന്നു റെസ്റ്റ് ആണ്, വെലോസിറ്റി 0 ആണെന്ന് പറയുന്നു, മറ്റാൾ പറയുന്നു നോ ഇറ്റ്സ് നോട്ട് ഇൻ റെസ്റ്റ്, ഇത് അതിൻ്റെ വെലോസിറ്റി v ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് റെസ്റ്റ് എന്നുള്ളത് തന്നെ കുറച്ചൊരു കൺഫ്യൂഷനായിട്ട് മാറും. ഓക്കെ, നമുക്ക് പലപ്പോഴും ഈ റെസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല. അതിലൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഇതിൻ്റെ കുറച്ചും കൂടി ഈ നമ്മളെപ്പോഴും റെസ്റ്റ് എന്ന് പറയുന്നത് വി ആർ കമ്പയറിങ് വിത്ത് എർത്ത് നമ്മൾ റെസ്റ്റിലല്ല എന്ന ഒരു അസംഷൻ നമുക്ക് ആൾറെഡി ഉണ്ട്. ആ ഒരു അസംഷൻ കാരണം എർത്തിൻ്റെ കൂടെ ഇപ്പം നമ്മൾ 2 ട്രെയിൻ, ഇപ്പോൾ പലരും 2 ട്രെയിനിൽ അടുത്തടുത്ത് മീൻസ് ഒരു സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ 2 പ്ലാറ്റ്ഫോം, അടുത്തടുത്ത പ്ലാറ്റ്ഫോമിൽ 2 ട്രെയിൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ആ 2 ട്രെയിനിൽ
ഇഫ് ഒരു ട്രെയിൻ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ ട്രെയിൻ മാത്രമേ നോക്കുന്നുള്ളൂ, നമ്മൾ അടുത്ത ട്രെയിനിലാണ്, നമ്മൾ ആ ട്രെയിൻ മാത്രമേ നോക്കുന്നുള്ളൂ വെച്ചാൽ പെട്ടെന്ന് നമുക്കറിയില്ല നമ്മുടെ വണ്ടിയാണോ മൂവ് ചെയ്യുന്നത്, ആ വണ്ടിയാണോ മൂവ് ചെയ്യുന്നത്, പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ അറിയില്ല. ഓക്കെ, ഇനി തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാൽ നമ്മൾ വേറെ സൈഡിലേക്ക് നോക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോസ്റ്റുകൾ, ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ പുറത്തെ പ്ലാറ്റ്ഫോം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് മൂവ് ചെയ്യുന്നത്, ഏത് വണ്ടിയാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ സിറ്റുവേഷൻ കുറച്ചും കൂടി വേഴ്സ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ് മൂവ് ചെയ്യുന്നത് നമുക്കറിയില്ല. ഓക്കെ, ഇപ്പോൾ 2 സ്പേസ് ഷിപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഒന്ന് ഇങ്ങോട്ടും പോകുന്നു, ഒന്ന് അങ്ങോട്ടും പോകുന്നു, അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റിലിരിക്കുന്നു. അപ്പോൾ നമ്മൾ മറ്റേ സ്പേസ് ഷിപ്പിനെ നോക്കുമ്പോൾ അതൊരു വെലോസിറ്റിയിൽ പോകുന്നുണ്ട്. ഞാൻ ഏത് വെലോസിറ്റിയിലാണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഓക്കെ, സോ ഇറ്റ്സ് ഹൈലി കോംപ്ലിക്കേറ്റഡ്. വാട്ട് ഈസ് റെസ്റ്റ്? ഈ റെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ മോഷൻ, യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് സ്ലൈറ്റ്ലി കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ന്യൂട്ടൻ്റെ ടൈമിൽ തന്നെ അവർ ഒബ്സർവ് ചെയ്തു. നമുക്ക് ശരിക്കും പറയാൻ കഴിയുന്നില്ല. ഓക്കെ, അവിടെയാണ് നമ്മൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റം ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത വരുന്നത് അവിടെയാണ്. ഓക്കെ, സോ ദ ഡിസ്ക്രൈബിങ് ദിസ് മോഷൻസ് ഈസ് നോട്ട് സോ ഈസി. ഓക്കെ, ഒരാൾ പറയുന്നു വെലോസിറ്റി 0 ആണ്, ഒരാൾ പറയുന്നു വെലോസിറ്റി v ആണ്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഓൾ ദീസ് തിങ്സ്. ഓക്കെ, സോ ഓക്കെ, സോ അനദർ എക്സാമ്പിൾ ഈസ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് എനിവേ നമുക്ക് ഈ സാധനങ്ങൾ ഇപ്പോൾ ഒരു പൊസിഷൻ റെക്കോർഡ് ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു വി നീഡ് എ കോർഡിനേറ്റ് സിസ്റ്റം. ആ കോർഡിനേറ്റ് സിസ്റ്റം എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കണം. സോ ബേസിക്കലി നമ്മുടെ എല്ലാ പ്രോബ്ലത്തിലും, നമ്മൾ ഇത്രയും കാലം ചെയ്ത പ്രോബ്ലത്തിലൊക്കെ വി ആർ അസ്യൂമിങ് ദാറ്റ് ദ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് ഫിക്സഡ് ഓൺ എർത്ത്. എർത്തിൽ നമ്മൾ ഏതോ ഒരു പോയിന്റിൽ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചു, അവിടെ നിന്നുള്ള ഡിസ്റ്റൻസേ മെഷർ ചെയ്യുന്നുള്ളൂ. പട്ടാമ്പി സ്റ്റാൻഡിൽ പോയിട്ട് ഞാൻ എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം ഫിക്സ് ചെയ്ത് വെച്ചു. ഓക്കെ, നൗ വിത്ത് റെസ്പെക്ട് ടു പട്ടാമ്പി സ്റ്റാൻഡ് ഐ എം മെഷറിംഗ് ദ ഡിസ്റ്റൻസസ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, സോ അപ്പോൾ വേറെ എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മോഷൻ ഓഫ് എ കാർ, ടയർ ഓഫ് എ കാർ. ഓക്കെ, ഒരു കാറിൻ്റെ ടയറിൻ്റെ മോഷൻ. ആ ടയറിൽ തന്നെ ഒരു എഡ്ജിൽ ഒരു പോയിന്റ് എന്ന് വിചാരിക്കുക. കൺസിഡർ എ പോയിന്റ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ റിം. ആ റിമ്മിൻ്റെ എഡ്ജിലുള്ള ഒരു പോയിന്റ്. ഓക്കെ, സോ ടയർ മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ആ ഇത് കിടന്നിട്ട് ആ ടയറിന് ചുറ്റും ആ എഡ്ജ് എങ്ങനെ കിടന്ന് ചുറ്റും. ആ ആക്സിൽ സെൻട്രൽ പോയിന്റ് ഉണ്ടായിരിക്കും, സെൻട്രൽ പോയിന്റിലായിരിക്കും അതിൻ്റെ ആക്സിസ്. ആ ആക്സിസിൽ കിടന്ന് അതിങ്ങനെ ചുറ്റും. ഇറ്റ്സ് എ സർക്കുലർ മോഷൻ, റൈറ്റ്? ഓക്കെ, നൗ അപ്പോൾ ഇതിങ്ങനെ ടയർ കറങ്ങുന്നതിനനുസരിച്ച് കാറ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ടയറിൻ്റെ എഡ്ജിലുള്ള പോയിന്റ് നമ്മൾ കാറിന് പുറത്ത് നിന്നിട്ട്, അതായത് നമ്മൾ റോട്ടിൽ നിൽക്കുന്ന ഒരു ഒബ്സർവറാണ്. അപ്പോൾ ആ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ മോഷൻ ഓഫ് ദാറ്റ് പോയിന്റ്, ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്, എഡ്ജ്, ടയറിൻ്റെ എഡ്ജിലുള്ള പോയിന്റിൻ്റെ മോഷൻ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത് ഈ ഫിഗറിൽ. ഓക്കെ, സോ ദാറ്റ് ഇസ് കോൾഡ് എ സൈക്ലോയിഡ്. ഓക്കെ, ഒരു സൈക്ലോയിഡ് ഷേപ്പിലായിരിക്കും ഇതിൻ്റെ മോഷൻ. ഓക്കെ, സ്ലൈറ്റ്ലി കോംപ്ലിക്കേറ്റഡ്. സ്ട്രൈറ്റ് അവേ നമുക്ക് ഇക്വേഷൻസ് ഒക്കെ വെച്ച് ഫിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് ആ കാറിൻ്റെ ടയറിൻ്റെ സെൻറ്ററിലാണെന്ന് വിചാരിക്കുക. ഞാൻ ആ സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിനെ നോക്കിക്കഴിഞ്ഞാൽ ആ സെൻറ്ററിന് ചുറ്റും കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും ഈ പോയിന്റ്. സോ ദാറ്റ് ഇസ് എ സർക്കുലർ മോഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ഈസി ടു ഡിസ്ക്രൈബ്. സോ ഈ മോഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈസി. സോ ഇഫ് ഐ അറ്റാച്ച് ദ ഫ്രെയിം ഓഫ് റെഫറൻസ് ടു ദ സെൻറ്റർ ഓഫ് ദ ടയർ, അപ്പം ഞാൻ എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഞാൻ ആ ടയറിൻ്റെ സെൻറ്ററിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ദ മോഷൻ ബിക്കംസ് എന്താ പറയുക, മോർ ഈസി ടു ഡിസ്ക്രൈബ്. ആ മോഷൻ എനിക്ക് വളരെ എളുപ്പത്തിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അപ്പോൾ അവിടെ ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് റെഫറൻസ് സിസ്റ്റം. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് എർത്തിൽ തന്നെ നമ്മുടെ റെഫറൻസ് സിസ്റ്റം ഫിക്സ് ചെയ്യണമെന്ന് ഒരാവശ്യമില്ല. ഇറ്റ്സ് അവർ കൺവീനിയൻസ്. നമുക്ക് മോഷൻ എങ്ങനെ എളുപ്പത്തിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, ആ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് സിമെട്രി, ഓഫ് കോഴ്സ് സിമെട്രി ഉണ്ടായിരിക്കും. ഇപ്പോൾ ചില കേസിൽ നമുക്ക് സ്ഫെറിക്കൽ സിമെട്രി ആണെങ്കിൽ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് എളുപ്പമായിരിക്കും.
സിലിണ്ടറിക്കൽ സിമെട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ സിലിണ്ടറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് ആയിരിക്കും കുറച്ചും കൂടി എളുപ്പമാവുക. കാർട്ടീഷ്യൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഏത് കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യണം എന്നൊക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, നമ്മുടെ പ്രോബ്ലത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനി ഫ്രെയിം ഓഫ് റെഫറൻസ്, സോ അതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എ സിസ്റ്റം ഓഫ് കോർഡിനേറ്റ് ആക്സസ് which defines the motion of a particle or an event in 2 or 3 dimensional space is called a frame of reference. Okay, so frame of reference basically it's a coordinate system. ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആണ്, അത് എവിടെയെങ്കിലും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് കാൾഡ് എ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പല എക്സാമ്പിൾ പറഞ്ഞു. സപ്പോസ് ദ പൊസിഷൻ ഓഫ് എൻ എയറോപ്ലെയിൻ. ഒരു എയറോപ്ലെയിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക വിത്ത് എ കോർഡിനേറ്റ് സിസ്റ്റം ഫിക്സഡ് ഓൺ എർത്ത് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ എയറോപ്ലെയിനിൻ്റെ ഡയറക്ഷൻസ് അല്ലെങ്കിൽ പൊസിഷൻസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ കോർഡിനേറ്റ് സിസ്റ്റം ഈസ് ഫിക്സ്ഡ് ഓൺ എർത്ത്. ഓക്കെ, ഇനി മോഷൻ ഓഫ് പ്ലാനറ്റ്സ്. ഇപ്പോൾ പ്ലാനറ്റ്സിൻ്റെ മോഷനാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എർത്തിലൊരു കോർഡിനേറ്റ് സിസ്റ്റം ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാനറ്റ്സിൻ്റെ മോഷൻ ഒന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതാണ് ആദ്യത്തെ കാലത്ത് ആൾക്കാർക്ക് പറ്റിയത്. ആദ്യത്തെ കാലത്ത് ആൾക്കാർക്ക് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു ജിയോ സെൻട്രിക് തിയറി, അതായത് എർത്താണ് സെൻറ്റർ, എർത്തിനെയാണ് എല്ലാ പ്ലാനറ്റ്സും സണ്ണും ഒക്കെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മോഷൻസ് ഒക്കെ അവർ ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്താണെന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ സ്റ്റാർസ് ഒക്കെ ഫിക്സഡ് ആണ്. ഓക്കെ, സോ നമുക്ക് ചുറ്റും ഒരു 360 ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചറുകൾ അത് മൂവ് ചെയ്യുന്നേ ഇല്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ബട്ട് വേറെ കുറച്ച് ഒബ്ജക്ട്സ്, മൂണ്, സണ്ണ്, ഈ സാധനങ്ങളൊക്കെ ഈ പിക്ചർ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പൊസിഷൻ മാറിയും കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരുപാട് സമയം നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻസ് മാറി മാറി വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു ലോസ് ഒക്കെ ഉണ്ടാക്കുകയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ നോക്കിയപ്പോൾ എർത്തിൽ കൊണ്ടുവച്ചിട്ട് എർത്തിലെ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വെച്ചിട്ട് നമുക്ക് ഇത് മെഷർ ചെയ്യുമ്പോൾ ദീസ് മോഷൻസ് ആർ സോ കോംപ്ലിക്കേറ്റഡ് വി കനോട്ട് എക്സ്പ്ലെയിൻ. ഓക്കെ, അങ്ങനെയാണ് ഹീലിയോസെൻട്രിക് തിയറി വരുന്നത്. ഹീലിയോസെൻട്രിക് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന് ചുറ്റുമാണ് പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം സണ്ണിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ദ മോഷൻസ് ആർ നിയർലി സർക്കുലർ മോഷനിലായിരിക്കും, അല്ലെങ്കിൽ സ്ലൈറ്റ് നോട്ട് സർക്കുലർ, എലിപ്റ്റിക്കൽ പാത്താണ്. അതാണ് കെപ്ലേഴ്സ് ലോ പറയുന്നത്, വിത്ത് സൺ അറ്റ് 1 foci. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് നോക്കുമ്പോൾ എല്ലാ മോഷൻസും ഓക്കെയാണ്. ഇറ്റ്സ് വെരി ഈസി ടു ഡിസ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്ലാനറ്ററി മോഷൻസ് വരുമ്പോൾ ഏത് റെഫറൻസ് സിസ്റ്റം ആയിരിക്കും? That frame of reference is fixed on sun. That's called heliocentric coordinate system. Okay, ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ കേസ് പറഞ്ഞു, കാറിൻ്റെ കേസ് പറഞ്ഞ പോലെ ഒരു പോയിന്റ് നമ്മൾ കാറിൻ്റെ ടയറിൻ്റെ എഡ്ജിലുള്ള ഒരു പോയിന്റ് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോർഡിനേറ്റ് സിസ്റ്റം ഷുഡ് ബി ഫിക്സ്ഡ് ഓൺ ദ സെൻറ്റർ ഓഫ് ദ ടയർ. അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് എന്താണ് മോഷൻ ക്യാൻ ബി ഈസിലി ഡിസ്ക്രൈബ്ഡ്. So these are some examples of frame of reference. Okay, ഇനി ഫ്രെയിം ഓഫ് റെഫറൻസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആൻഡ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. അതിൽ ഫസ്റ്റ് വണ്ണിന് ഇനേർഷ്യൽ ഫ്രെയിം അല്ലെങ്കിൽ ഗലീലിയൻ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. ഓക്കെ, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്, ഗലീലിയൻ ഫ്രെയിം ഓഫ് റെഫറൻസ്. നോൺ ഇനേർഷ്യലും പഠിക്കുന്നുണ്ട് ഈ ചാപ്റ്ററിൽ. ഓക്കെ, ഇത് രണ്ട് തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഓക്കെ വി വിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിൽ ഫസ്റ്റ് വി വിൽ ഗോ ഫോർ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിനിൻ്റെ എക്സാമ്പിൾ തന്നെ പറഞ്ഞു. ഒരാൾ പറഞ്ഞു ബോൾ കയ്യിൽ വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾ പറഞ്ഞു ദിസ് ബോൾ ഈസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, പുറമെ ഇരിക്കുന്ന ഒരാൾ പറഞ്ഞു നോ, ദ ബോൾ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v, ദ സെയിം വെലോസിറ്റി ആസ് ദാറ്റ് ഓഫ് ട്രെയിൻ. ഓക്കെ, അപ്പോൾ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ തന്നെ രണ്ട് വെലോസിറ്റി ആയി. പൊസിഷൻ ഒരെണ്ണത്തിൽ മാറുന്നില്ല, ഒരെണ്ണത്തിൽ മാറിക്കൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ,
അങ്ങനെ ഓരോ സോ ഡിഫറെൻറ്റ് തിങ്സ്. ഈ ക്വാണ്ടിറ്റീസ് ഒന്നും മാച്ച് ചെയ്യുന്നില്ല ഈ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിൽ, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ കറക്റ്റ് ആയിരിക്കണം. ന്യൂട്ടൺസ് ലോ ഷുഡ് ബി വാലിഡ്. സച്ച് എ ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് നോൺ ആസ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇവിടെ ആക്ച്വലി നമ്മൾ ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ, തേർഡ് ലോ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഷുഡ് ബി വാലിഡ്. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ പറയുന്നത് എന്താ? എ ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or uniform motion unless disturbed by an external force. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ റെസ്റ്റിലിരിക്കുകയാണെങ്കിൽ റെസ്റ്റ് തന്നെ ഇരിക്കും, യൂണിഫോം വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇനി ഈ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസിലും വെച്ച് നോക്കുക. ഫസ്റ്റ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ അയാളെ ബോൾ വെറുതെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ പറയുന്നു ഞാൻ ഇതിൻ്റെ മുകളിൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, ദിസ് ഇസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, റെസ്റ്റ് ആണെങ്കിൽ അതേ അയാൾ നോക്കുമ്പോൾ അത് എപ്പോൾ നോക്കിയാലും റെസ്റ്റിൽ തന്നെയാണ്, അയാൾ എറിയുന്നില്ലെങ്കിൽ. ഇഫ് ദർ ഇസ് നോ ഫോഴ്സ്, റെസ്റ്റിൽ തന്നെയാണ്. ഓക്കെ, സോ ന്യൂട്ടൺസ് ലോ ഇസ് വാലിഡ് ഇൻ ഹിസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അയാളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ന്യൂട്ടൺസ് ലോ വാലിഡ് ആണ്. ഇനി പുറമെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ദാറ്റ് ബോൾ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി, കോൺസ്റ്റന്റ് വെലോസിറ്റി v, ദ സെയിം വെലോസിറ്റി ആസ് ട്രെയിൻ്റെ അതേ വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇയാൾ പറയുന്നത് അയാൾ വേറെ ഫോഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ ദാറ്റ് വിൽ മൂവ് വിത്ത് ദ സെയിം വെലോസിറ്റി. അപ്പോൾ അയാളുടെ പ്രഡിക്ഷനും കറക്റ്റാണ്. അപ്പോൾ അയാളുടെ ഫ്രെയിമിലും ന്യൂട്ടൺസ് ലോ വാലിഡാണ്. അപ്പോൾ ഈ രണ്ട് ഫ്രെയിമിലും ന്യൂട്ടൺസ് ലോ ഈസ് വാലിഡ്, ന്യൂട്ടൺസ് ലോ കറക്റ്റ് ആണ്. സച്ച് എ ഫ്രെയിം ഈസ് നോൺ ആസ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഓക്കെ, ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് പറയുന്നത് ന്യൂട്ടൺസ് ലോ വാലിഡ് ആണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബോഡി വിൽ കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ, അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു 0. എഫ് എന്ന് പറയുന്നത് എം എ ആണ്, എം എ ഈക്വൽ ടു 0. മാസ് എന്ന് പറയുന്നത് 0 ആവാൻ പറ്റില്ല, സോ ആക്സിലറേഷൻ ഷുഡ് ബി 0. ഓക്കെ, ആക്സിലറേഷൻ 0. അപ്പോൾ രണ്ട് ഫ്രെയിമുകൾ ഇഫ് ദേ ആർ അൺആക്സിലറേറ്റഡ്, രണ്ടും തമ്മിൽ ആക്സിലറേഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ഫ്രെയിമും തമ്മിൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ആവാം. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഫ്രെയിംസ് ആണെങ്കിലും ദാറ്റ് ഈസ് ആൾസോ എൻ ഇനേർഷ്യൽ ഫ്രെയിം. സോ ഇനേർഷ്യൽ ഫ്രെയിംസ് ആർ അൺആക്സിലറേറ്റഡ് ഫ്രെയിംസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫ്രെയിം ഓഫ് റെഫറൻസസ് ഫിക്സഡ് ടു സ്റ്റാർസ്. ഏതെങ്കിലും ഒരു സ്റ്റാറിനെ വെച്ചിട്ട്, ഇപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ കേസിലാണെങ്കിൽ സണ്ണിലൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എൻ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. നമ്മുടെ പ്ലാനറ്ററി മോഷൻസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് ഹീലിയോസെൻട്രിക് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഓക്കെ, another example is a rocket drifting in free space without spinning and its engine cut off. നമ്മളൊരു റോക്കറ്റ് പുറത്തേക്ക് പോയി, നമ്മുടെ ഗ്രാവിറ്റേഷണൽ എഫക്ട്സ് ഒന്നുമില്ല. ഓക്കെ, കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് സ്പിൻ ചെയ്യുന്നില്ല. ആദ്യം സ്പിൻ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ സ്പിൻ ചെയ്യില്ല, അത് അതേ ഡയറക്ഷനിൽ പോയി യൂണിഫോം വെലോസിറ്റിയിൽ അങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. എഞ്ചിൻ ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഇല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് സ്പിൻ ചെയ്യാത്തൊരു സാധനമാണെന്നുണ്ടെങ്കിൽ ആ റോക്കറ്റിൽ അറ്റാച്ച് ചെയ്തുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ് ദാറ്റ് ഈസ് ആൾസോ എൻ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ പറയുന്നത് ഫ്രെയിം ഓഫ് റെഫറൻസ് അറ്റാച്ച് ടു എർത്തിൽ അറ്റാച്ച് ചെയ്തുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ്. അത് ആക്ച്വലി ഇറ്റ്സ് ഇനേർഷ്യൽ അല്ല, ഇറ്റ്സ് എ നോൺ ഇനേർഷ്യൽ. കാരണം അവിടെ ഒരു റൊട്ടേഷൻ ഉണ്ട്. ബട്ട് എന്താ പറയുക, ഇറ്റ്സ് എ ഫെയർലി ഗുഡ് അപ്രോക്സിമേഷൻ ഫോർ നമ്മുടെ എന്താ പറയുക ഡെയിലി കാൽക്കുലേഷൻ, അല്ലെങ്കിൽ നമ്മുടെ എർത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ ഫിനോമിനാസ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ, ഇവിടുത്തെ ലോക്കൽ ചെറിയ മോഷൻസിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ദിസ് ഇസ് എ ഗുഡ് അപ്രോക്സിമേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു റെഫറൻസ് സിസ്റ്റം ഫിക്സഡ് ടു എർത്ത് അത് മെൻഷൻ ചെയ്യുമ്പോൾ സ്പെഷ്യലി പറയണം, സ്പെഷ്യൽ കേസിൽ മാത്രമാണ് ഇറ്റ്സ് എൻ അപ്രോക്സിമേഷൻ, ഇറ്റ്സ് നോട്ട് ഇനേർഷ്യൽ. അതൊരു ഇനേർഷ്യൽ ഫ്രെയിം അല്ല, എന്നാലും ചില കേസുകളിൽ നമുക്കതൊരു ഇറ്റ്സ് എ ഗുഡ് അപ്രോക്സിമേഷൻ. Okay, so these are examples of inertial frame of reference. Okay, now okay, അപ്പോൾ നമുക്ക് രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഫിക്സഡ് ആണ്. സോ ഫിക്സഡ് ഫ്രെയിം ഓഫ് റെഫറൻസിനെ ബേസിക്കലി നമ്മൾ ഒരുവിധം കേസിലൊക്കെ ഫ്രെയിം എസ് ഫ്രെയിം എന്ന് പറയും. ഓക്കെ, എസ് ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് മൂവിങ്, ഇറ്റ്സ് ഫിക്സഡ്. ഓക്കെ, ദെൻ അനദർ ഫ്രെയിം എസ് പ്രൈം. ഫിഗറിൽ നോക്കിയാൽ അറിയാം എസ് പ്രൈം ഫ്രെയിം നമുക്ക് വേറെ കോർഡിനേറ്റ് സിസ്റ്റം,
അത് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രെയിനിൻ്റെ കേസിലാണെങ്കിൽ ട്രെയിനിൽ ഇരിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ്, ട്രെയിനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് പറയുന്നത് എസ് പ്രൈം ഫ്രെയിമാണ്. എസ് പ്രൈം എന്ന് പറയുന്നത് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി. ഓക്കെ, നമ്മൾ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് പറഞ്ഞു. ഒന്ന് ഫിക്സഡ് ആണ്, ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് എ വെലോസിറ്റി വി. ഓക്കെ, ഇനി ഏതാണ് മൂവ് ചെയ്യുന്നുള്ളത് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. ഏതാണ് റെസ്റ്റ്, ഏതാണ് മോഷൻ, ആ ഒരു കോംപ്ലിക്കേഷനിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ റിലേറ്റിവിറ്റി, ഐൻസ്റ്റീൻസ് തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് വരുന്നത്. അതിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പേ, സപ്പോസ് നമ്മുടെ എർത്തിൻ്റെ കേസിലാണെങ്കിൽ എർത്ത് ഫിക്സഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എർത്തിലുള്ള ഒരു ഫ്രെയിം എന്ന് പറയുന്നത് that is fixed frame of reference, that is S, and another one is moving with a velocity, constant velocity v, that is S prime. അപ്പോൾ അങ്ങനെ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞു. ഇനി ഈ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിലും ഞാൻ ഒരു പോയിന്റിനെ ഞാൻ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ തന്നെ ഒരു ബോളിനെ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിലും അതിൻ്റെ പൊസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ, അതൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഓരോ പ്രോപ്പർട്ടിയും ഈ മെക്കാനിക്സ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പല ക്വാണ്ടിറ്റീസും ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഇവിടുന്ന് ഈ പിക്ചറിൽ നോക്കിയാൽ ഒബ്വിയസ്ലി ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ആർ ആൻഡ് ആർ പ്രൈം, രണ്ട് കോർഡിനേറ്റിലുള്ള പൊസിഷൻ വെക്ടേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് ആറും ആർ പ്രൈമും, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ എന്താ? ഓക്കെ, അപ്പോൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എനിക്ക് പൊസിഷൻ അറിയാമെങ്കിൽ അടുത്ത കോർഡിനേറ്റ് സിസ്റ്റത്തിലെ പൊസിഷൻ എനിക്ക് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ രണ്ടാമത്തേൽ കോർഡിനേറ്റ് പൊസിഷൻ എനിക്ക് അറിയാമെങ്കിൽ ഒന്നാമത്തേൽ പൊസിഷൻ എനിക്ക് അറിയണം. സോ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ കോർഡിനേറ്റ്സ് ഓഫ് ദീസ് ടു ഫ്രെയിംസ് ഓഫ് റെഫറൻസ്? ദാറ്റ് ഈസ് കാൾഡ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് വേറെ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം. ഓക്കെ, so that is called transformation equation. ഇത് തമ്മിലുള്ള റിലേഷൻ, ഇതിൻ്റെ കോർഡിനേറ്റുകൾ തമ്മിലുള്ള റിലേഷൻ, ദാറ്റ് ഈസ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് കേസിൽ, ഇപ്പോൾ ഞാൻ ഇതിലിരുത്തുന്ന ഫ്രെയിം എന്ന് പറയുന്നത് എസ് ഫ്രെയിം ഫിക്സഡ് ആണ്. എസ് പ്രൈം ഫ്രെയിം എന്ന് പറയുന്നത് ഇറ്റ്സ് മൂവിങ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി അലോങ് എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിൽ മാത്രമേ വെലോസിറ്റി ഉള്ളൂ, വൈ ഡയറക്ഷനിൽ വെലോസിറ്റി ഇല്ല, സെഡ് ഡയറക്ഷനിൽ വെലോസിറ്റി ഇല്ല. എക്സ് ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഫോർ അവർ കൺവീനിയൻസ്, നമ്മൾ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ഷനിൽ മാത്രമേ അതിന് വെലോസിറ്റി ഉള്ളൂ നമ്മൾ അസ്യൂം ചെയ്തു, കോൺസ്റ്റന്റ് വെലോസിറ്റി. ഓക്കെ, ഇനി അപ്പോൾ ഇത് രണ്ടും ഇനീഷ്യൽ ഫ്രെയിംസ് ആണ്, ബിക്കോസ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോകുന്നത്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ദ കോർഡിനേറ്റ് ആർ പ്രൈം ഈക്വൽ ടു ആർ മൈനസ് വി ടി, അല്ലെങ്കിൽ അതിൽ എക്സ് കോർഡിനേറ്റ് എടുക്കുക. ഓക്കെ, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഫിഗർ നോക്കിയാൽ തന്നെ അറിയാം, നേരെ പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ഓരോ എക്സ് ആക്സിസിലേക്ക്, എക്സ് ആക്സിസ് അല്ലെങ്കിൽ എക്സ് പ്രൈം ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ, അതായത് ഇവിടെ നേരിട്ട് താഴേക്കൊരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ കോർഡിനേറ്റ് സിസ്റ്റം, അതായത് പ്രൈം കോർഡിനേറ്റ് സിസ്റ്റം, അതായത് മൂവ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റം, അതിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഡിസ്റ്റൻസ് കുറഞ്ഞു. നേരെ മറിച്ച് പഴയ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ എക്സ് ഡിസ്റ്റൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി എത്ര കുറഞ്ഞു, എത്ര ദൂരം ഈ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും? ഇപ്പോൾ സപ്പോസ് ഇൻ എ ടൈം ടി, ഈ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വി ടി, വെലോസിറ്റി ഇൻറ്റു ടൈം, എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ വെലോസിറ്റി, വി ടി ടൈം അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ടൈമിൽ. ടി സെക്കൻഡിൽ വെലോസിറ്റി ഇൻറ്റു ടൈം, അത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒ പ്രൈം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വി ടി ആണ്, അത്രയും ദൂരം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ് പ്രൈം കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വി ടി ആയിരിക്കും. ഫിഗർ നോക്കിയാൽ കിട്ടും, എക്സ് മൈനസ് വി ടി ആയിരിക്കും. പഴയ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒ ടു ദാറ്റ് പോയിന്റ് ഈസ്, അതായത് ഞാൻ ഈ വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ, പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സ് പ്രൈം ആണെന്നുണ്ടെങ്കിൽ എക്സ് പ്രൈം കുറവായിരിക്കും. എത്ര കുറവായിരിക്കും? എക്സ് മൈനസ് വി ടി കുറവായിരിക്കും. ഓക്കെ, ഇനി വൈ കമ്പോണൻറ്റിന് എന്തെങ്കിലും സംഭവിക്കുമോ? കാരണം വൈ ഡയറക്ഷനിൽ വെലോസിറ്റി ഒന്നുമില്ല. ഓക്കെ, ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിൽ മാത്രമാണ്. സോ വൈ കോർഡിനേറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. സോ ദാറ്റ് ഈസ് വൈ പ്രൈം ഈക്വൽ ടു വൈ. പഴയ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിലും പുതിയ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിലും, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വെച്ചാൽ മതി.
ഓക്കെ, അപ്പോൾ രണ്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിലും y ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഓക്കെ, സിമിലർലി z ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ഗലീലിയൻ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ ഈ കോർഡിനേറ്റ്സിന് ഈ രണ്ട് പ്രൈം കോർഡിനേറ്റ്സും നോർമൽ കോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻ, ആ റിലേഷനാണ് ഞാനിവിടെ 3 ഇക്വേഷൻ ആക്കിയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് മൈനസ് വി ടി, വൈ പ്രൈം ഈക്വൽ ടു വൈ, z prime equal to z. So these equations are called Galilean coordinate transformation equations. Okay. Now, ഞാനിപ്പോൾ ഒരു ആ പോയിന്റ് പി എന്ന് പറയുന്ന അതിൻ്റെ പൊസിഷൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. Now if the point P is moving with some velocity. Okay. അപ്പോൾ ഇവിടെ രണ്ട് വെലോസിറ്റി ഉണ്ട്. ഒന്ന് ഫ്രെയിം ഓഫ് റെഫറൻസ്, രണ്ടാമത്തെ ഫ്രെയിം ഓഫ് റെഫറൻസ് തന്നെ ഒരു സ്മോൾ വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇനി പി എന്ന് പറയുന്ന പോയിന്റ് ദാറ്റ് ഇസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി, സം പർട്ടിക്കുലർ വെലോസിറ്റി. ഞാനതിനെ അപ്പോൾ ആ വെലോസിറ്റി എന്ന് പറയുന്നത് രണ്ട് ഫ്രെയിമിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരാം. സോ നെക്സ്റ്റ് വൺ ഈസ് ഗലീലിയൻ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. അപ്പോൾ അതും ഒരു സിമ്പിൾ അനലോഗി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സപ്പോസ് പി എന്ന് പറയുന്ന പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാണ്, മേ ബി ഒരു 20 km/h. അതിൽ ഫ്രെയിം തന്നെ മൂവ് ചെയ്യുന്നത്, എസ് പ്രൈം എന്ന് പറയുന്ന ഫ്രെയിം മൂവ് ചെയ്യുന്നത് 10 km/h ടുവേർഡ്സ് എക്സ് ഡയറക്ഷൻ. മറ്റേത് പി എന്ന് പറയുന്നത് 20 km/h അലോങ് എക്സ് ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രെയിമിനെ വെച്ച് നോക്കുമ്പോൾ പി 20 km/h പോകുന്നുണ്ട്. മൂവ് ചെയ്യുന്ന ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ അതിന് ആൾറെഡി 10 km/h അതേ ഡയറക്ഷനിൽ സ്പീഡ് ഉണ്ട്. അപ്പോൾ പി എന്ന് പറയുന്നത് എത്ര സ്പീഡിലായിരിക്കും പോവുക? ദാറ്റ് ഈസ് ഓൺലി 10 km/h. കുറഞ്ഞു, ബിക്കോസ് അത്രയും വെലോസിറ്റി കുറവായിരിക്കും. റിലേറ്റീവ് വെലോസിറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് കാർ അടുത്തടുത്ത് ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രണ്ടിനും ഒരേ സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാറും മൂവ് ചെയ്യാത്ത പോലെ ഫീൽ ചെയ്യും. ബോത്ത് വെലോസിറ്റീസ് ആർ 0. ഓക്കെ, അല്ലെങ്കിൽ ഏതിനാ വെലോസിറ്റി കൂടുതൽ വെച്ചാൽ മറ്റേ കാർ മെല്ലെ ബാക്കിലേക്ക് പോവുക, ഫ്രണ്ടിലേക്ക് പോവുക ഒക്കെ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് റിലേറ്റീവ് വെലോസിറ്റി. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത അതേ ഇക്വേഷൻസ് ഉണ്ട്. എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് മൈനസ് വി ടി, അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ദ വെലോസിറ്റീസ്. അപ്പോൾ അതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി എക്സ് പ്രൈം ബൈ ഡി ടി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി മൈനസ് വി. ഓക്കെ, അതായത് പഴയ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള വെലോസിറ്റി ദാറ്റ് ഈസ് ഡി എക്സ് ബൈ ഡി ടി, ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം. അതിൽ നിന്ന് വി, വെലോസിറ്റി ഓഫ് ദ ഫ്രെയിം, അതായത് എസ് പ്രൈം ഫ്രെയിമിൻ്റെ വെലോസിറ്റിയാണത് വി, അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിളിൻ്റെ പുതിയ ഫ്രെയിമിലുള്ള വെലോസിറ്റി കിട്ടും, ഡി എക്സ് പ്രൈം ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ തന്നെയാണ് മേലെ എഴുതിയിരിക്കുന്നത്. സോ വി പ്രൈം, ക്യാപിറ്റൽ വി പ്രൈം എന്ന് പറയുന്നത് മൂവിങ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ മെഷർ ചെയ്ത വെലോസിറ്റി. ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രെയിമിൽ മെഷർ ചെയ്ത വെലോസിറ്റി. സ്മോൾ വി എന്ന് പറയുന്നത് ആ ഫ്രെയിമിൻ്റെ തന്നെ വെലോസിറ്റി, ഏതിൻ്റെ? മൂവിങ് ഫ്രെയിമിൻ്റെ വെലോസിറ്റി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് നേരത്തെ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ പ്രൈം ഈക്വൽ ടു വൈ ആയിരുന്നു. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി വൈ പ്രൈം ബൈ ഡി ടി ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ വൈ ഡയറക്ഷനിലെ വെലോസിറ്റി സെയിം ആയിരിക്കും, കാരണം വൈ ഡയറക്ഷനിൽ മോഷൻ ഇല്ല. സിമിലർലി സെഡ് ഡയറക്ഷനിലെ വെലോസിറ്റി സെയിം ആയിരിക്കും, സെഡ് ഡയറക്ഷനിലും മോഷൻ ഇല്ല. ഡി സെഡ് പ്രൈം ബൈ ഡി ടി ഈക്വൽ ടു ഡി സെഡ് ബൈ ഡി ടി. ദിസ് ഈസ് ഗലീലിയൻ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ഓക്കെ, നൗ ഇതിനൊന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് വി വിൽ ഗെറ്റ് ആക്സലറേഷൻ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. സോ ദാറ്റ് ഈസ് ഈ ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അഗെയിൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു അതിൻ്റെ പ്രൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ മൈനസ് വിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയി മാറും. സോ ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് പ്രൈം ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. സിമിലർലി വൈ ഡയറക്ഷനിലുള്ള ആക്സലറേഷനും സെയിം ആയിരിക്കും, സെഡ് ഡയറക്ഷനിലുള്ള ആക്സലറേഷനും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് കോർഡിനേറ്റിലും ആക്സലറേഷൻ മെഷർ ചെയ്തപ്പോൾ അതിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷെ പൊസിഷൻ വ്യത്യാസമായിരുന്നു.
വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരുന്നു. സോ വെലോസിറ്റി ഈസ് ഡിഫറെൻറ്റ്, പൊസിഷൻ ഈസ് ഡിഫറെൻറ്റ്, ബട്ട് ആക്സലറേഷൻ ഈസ് ഫിക്സഡ്. ഓക്കെ, so these are Galilean transformation equations. So basically transformation equation എന്ന് പറയുന്നത് രണ്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിലെയും ക്വാണ്ടിറ്റീസിനെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ്, പൊസിഷൻസിനെ ഇക്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെലോസിറ്റിനെ ഇക്വേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആക്സലറേഷനെ ഇക്വേറ്റ് ചെയ്യുന്ന ഇത് തമ്മിലുള്ള റിലേഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. So we will stop today's class here. We will continue discussing. Maybe I will give a small assignment. ഒരു ചെറിയൊരു അസൈൻമെൻറ്റ് തരാം. ഓക്കെ, ഒരു പ്രോബ്ലം ആയിട്ട്. അപ്പോൾ ബേസിക്കലി അത് എന്ത് ചെയ്യുക വെച്ചാൽ, നിങ്ങളൊരു ഒരു ഒരു A4 ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിൽ നീറ്റായിട്ട് അടുപ്പിച്ചെഴുതിയിട്ട് നല്ല രീതിയിൽ അതൊന്ന് സ്കാൻ ചെയ്തിട്ട് ഒരു PDF ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ക്യാമറ ഉണ്ടാവും, മീൻസ് മൊബൈലിൽ ക്യാമറ ഉണ്ടാവും. ക്യാമറ വെച്ചിട്ട് ക്യാം സ്കാനർ അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് PDF ആക്കുന്നത്, അല്ലെങ്കിൽ ഇമേജ് സ്കാൻ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് ലോ റെസൊല്യൂഷനിൽ സ്കാൻ ചെയ്യണം. നമ്മൾ ഫയൽ സൈസ് എപ്പോഴും മിനിമം ആക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഒരു PDF ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. എന്നിട്ട് അതിൻ്റെ ഫയൽ സൈസ് ഏറ്റവും കുറവില്ല, ഹൈ റെസൊല്യൂഷൻ പിക്ചർ ഒന്നും ഇടാൻ പാടില്ല. ഹൈ റെസൊല്യൂഷൻ പിക്ചർ ഇട്ട് കഴിഞ്ഞാൽ സൈസ് കൂടും. കാരണം എന്താ വെച്ചാൽ എനിക്കിത് സെൻഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഓൺലൈനിൽ സെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഫോട്ടോ എടുക്കുകയാണെങ്കിലും ലോ റെസൊല്യൂഷനിൽ ഫോട്ടോ എടുക്കുക. ക്യാമറയുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ റെസൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും. റെസൊല്യൂഷൻ കുറച്ച് കഴിഞ്ഞാൽ ഫയൽ സൈസും കുറയും. ഓക്കെ, അതുപോലെ തന്നെ PDF ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെസൊല്യൂഷൻ കുറച്ചിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്തിട്ട് സെറ്റിങ്സിൽ പോയാൽ മതി. സ്കാൻ ചെയ്തിട്ട് ഒരു ചെറിയ PDF ഫയലാക്കുക, അല്ലെങ്കിൽ ഇമേജ് ആക്കുക. ഒരു ഇമേജ് ആക്കിയാൽ റെസൊല്യൂഷൻ കുറച്ചിട്ട് ഇമേജ് ആക്കുക. ദെൻ അത് നിങ്ങൾ ഞാൻ LMS ഇടാം, LMS അപ്ലോഡ് ചെയ്യാം ആസ് ആൻ അസൈൻമെൻറ്റ്. ഓക്കെ, ആൻഡ് ഫയൽ സൈസ് ഒരു ട്രൈ ടു ഒരു 100 MB-യുടെ 100 MB എന്നല്ല 100 KB-യുടെ താഴെയായിട്ട് നിങ്ങൾ ലിമിറ്റ് ചെയ്യാൻ നോക്കുക. ഇനി പറ്റില്ലെങ്കിൽ ഞാൻ മാക്സിമം ഒരു 500 MB വരെ ഞാൻ അലോ ചെയ്യാം. 500 KB അതിലപ്പുറം നമുക്ക് അലോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫയൽ സൈസ് കുറയ്ക്കുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ 100 KB-യുടെ താഴെയാക്കിയിട്ട് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. Okay, so we'll continue in next class. Okay, thank you.